ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാർ തയ്യാറാക്കാം. പാഷൻ ഫ്രൂട്ട് കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും എടുത്ത് നന്നായിട്ട് വഴന്നതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അതും ഇട്ടൊന്ന് വഴന്ന് വരുമ്പം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്. ഉള്ളിയും പച്ചമുളകും ഒക്കെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പച്ച മണമൊക്കെ ഇതിൻ്റെ ഈ മസാലകളുടെ ഒന്നും പോകുന്നിടം വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ അച്ചാർ നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വെറൈറ്റിയാണ്. ഒരു മധുരവും പുളിയും ഒക്കെ ചേർന്ന നല്ലൊരു അച്ചാറാണ്. ഇഷ്ടപ്പെടും. ഇപ്പം മസാലകളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 6 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. മസാല മൂത്തിട്ടുണ്ട്. ഇനി അത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് ഒന്ന് ഒഴിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടെ ഇറങ്ങും. അപ്പം നമ്മൾ ഇതുവരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഇനിയൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഈ പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചില പാഷൻ ഫ്രൂട്ടിന് മധുരം ഉള്ളതാണ്. എൻ്റെ കയ്യിലുള്ളത് മധുരമുള്ള പാഷൻ ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ അധികം പുളിയൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി അനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. എല്ലാം അച്ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ ഡയറക്റ്റ് ഫ്രിഡ്ജിലങ്ങ് വെക്കുകയാണ്. തണുത്തതിന് ശേഷം പുറത്ത് വെക്കണമെന്നുള്ളവർക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ രുചികരമായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓളെന്നുള്ള ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.